മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ആയുഷ് വകുപ്പിന് കീഴിൽ മട്ടന്നൂർ പഴശ്ശി കന്നാട്ടുംകാവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 20 നടക്കും. വൈകിട്ട് 3 മണിക്ക് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 15.90 കോടി രൂപ ചെലവിലാണ് 50 കിടക്കകളുള്ള ആശുപത്രി നിർമ്മിച്ചത്. 4 നിലകളുള്ള കെട്ടിടത്തിന്റെ 3 നിലകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. താഴത്തെ നിലയിൽ OP, ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമുള്ള മുറികൾ, 1-ാം നിലയിൽ സ്ത്രീകളുടെ ജനറൽ വാർഡ്, പഞ്ചകർമ്മ യൂണിറ്റ്, 2-ാം നിലയിൽ പുരുഷ ജനറൽ വാർഡ്, ഫിസിയോതെറാപ്പി, മിനി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയും ഉണ്ടാകും. 3-ാം നിലയിൽ പേവാർഡുകൾ, എക്സ്റേ റൂം, കഫ്റ്റീരിയ, അടുക്കള എന്നിവയും ഉണ്ടാകും. ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് സെന്റർ എന്ന നിലയിലാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നതെന്ന് KK ശൈലജ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 50 കിടക്കകളുള്ള ഇന്റഗ്രേറ്റഡ് ആയുർവേദ ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു സംരംഭമാണ്. കേരളത്തിലും ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ആയുർവേദ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. 9 കോടി രൂപയാണ് 1-ാം ഘട്ടത്തിൽ ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റലിന് വകയിരുത്തിയത്. അങ്ങനെ ആദ്യം കിട്ടിയ 9 കോടിയും പിന്നെ 6 കോടിയും 14 കോടി രൂപ, അത് 2 കോടി രൂപ ഗവൺമെന്റ് ബജറ്റിൽ വകയിരുത്തിയ തുക, അതെല്ലാം കൂടി 16 കോടിയിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള ആശുപത്രിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം പൂർത്തിയായി. ഇനി കുറച്ച് മിനുക്കുമണികൾ കൂടിയേ ബാക്കിയുള്ളൂ. 20-ാം തീയതി അതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഹോസ്പിറ്റൽ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും. 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ഘട്ടത്തിൽ 4 നില കെട്ടിടത്തിൽ 3 നിലകളുടെ പണി പൂർത്തിയാക്കി അവിടെയുള്ള ജനറൽ വാർഡുകൾ അടക്കം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 2-ാമത്തെ ഘട്ടത്തിൽ പേവാർഡുകളും മറ്റുള്ള ചില സംവിധാനങ്ങളും അതിനകത്ത് നിലവിൽ വരും. അതിന്റെ വർക്ക് ടെൻഡറായി ആ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളത്തിന് തൊട്ടടുത്ത പ്രദേശമായതിനാൽ കേരളത്തിന്റെ പാരമ്പര്യ ചികിത്സയായ ആയുർവേദത്തെ തേടിവരുന്ന ആഭ്യന്തര വിദേശ യാത്രികർ കൂടി ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര പദ്ധതി പ്രകാരം ആദ്യം 9 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരുന്നത്. ഇത് തികയാതെ വന്നതോടെ 2 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. പിന്നീട് കേന്ദ്ര സംസ്ഥാന വിഹിതമായി 5 കോടി രൂപയും ചേർന്ന് 16 കോടിയോളം രൂപ ചെലവിലാണ് ആശുപത്രി നിർമ്മിച്ചത്. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് മട്ടന്നൂരിന്റെ ആരോഗ്യരംഗത്തിന് കരുത്തേകാൻ ആയുർവേദ ആശുപത്രി അനുവദിച്ചത്. നിലവിൽ പഴശ്ശി ബഡ് സ്കൂൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രി ഇവിടേക്ക് മാറും. നഗരസഭാ ചെയർമാൻ N ഷാജിദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K മജീദ്, P അനിത, കൗൺസിലർ K രജിത എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.